അത് ഒരു PB അംഗമായിട്ടിരിക്കുക, അത് അവിടെ തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലാണ് പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനം. ചിലപ്പോൾ അദ്ദേഹത്തിന് ഒഴിയേണ്ടി വന്നേക്കാം. അദ്ദേഹം തന്നെ ഇത് തുടർന്ന് പോകണമെന്നൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്കകത്തെ ചർച്ചകളെയൊക്കെ ഒന്ന് മൂടി വെക്കാൻ വേണ്ടി അദ്ദേഹം ഏറ്റതാണെന്നാണ് എൻ്റെ വിചാരം. അല്ലാതെ അദ്ദേഹത്തിന് അവിടെ തുടരണമെന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതല്ല വിഷയം. നമ്മൾ അദ്ദേഹം മാറി വേറൊരാൾ വന്നാലും അത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പാർട്ടി സംവിധാനം കംപ്ലീറ്റായിട്ട് ഇതുപോലെ ഈ അഴുക്ക് ജാലിൽ കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ മുകൾ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിക്ക് മുകളിലേക്കുള്ള കമ്മിറ്റി പിരിച്ചു വിട്ട് പുനഃസംഘടിപ്പിച്ചുകൊണ്ടല്ലാതെ ഈ പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളുടെ ആസ്പിറേഷൻ അനുസരിച്ച് നീങ്ങാൻ കഴിയില്ല. പാർട്ടിയുടെ പ്രഖ്യാപിച്ച ഐഡിയോളജിക്ക് അനുസരിച്ച് നീങ്ങാൻ കഴിയില്ല. കാരണം ഇവരെല്ലാം അവരുടെ നയങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ പ്രകടമാക്കി കഴിഞ്ഞു. അങ്ങനെ ഈ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ ചെയ്തികൾക്ക് അനുസരിച്ച് പോകാവുന്നവരെ ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന നേതൃത്വമാണിത്. അല്ലാതെ അവരുടെ പ്രവൃത്തി പരിചയം കൊണ്ടൊന്നുമല്ല. ഇതിലും പ്രവൃത്തി പരിചയമുള്ളവർ താഴെ തഴയപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത് പോകാൻ കഴിയൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി സ്ഥാനചലനം കൊണ്ടൊന്നും ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.